ശ്രീ കൂറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല നടയേരി പൂജയുടെ സമാപന ദിവസം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണവും ക്ഷേത്രത്തിൽ പുതിയതായി നിയമിക്കപ്പെട്ട എംബ്രോന്റെ ആചാരപ്പെടുത്തലും നടക്കും. ഡിസംബർ 25-ാം തീയതി ധനുമാസം 10-ന് ചിത്തിര നക്ഷത്രത്തിലാണ് ഇത്തവണത്തെ പൊങ്കാല സമർപ്പണം. ക്ഷേത്രം ഊരാള കുടുംബാംഗമായ ശ്രീ കെ പുഷ്പജനെയാണ് പുതിയ എംബ്രോനായി ആചാരപ്പെടുത്തുന്നത്. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രം കുടുംബാംഗമായ ഒരാൾ എംബ്രോനായി സ്ഥാനമേൽക്കുന്നതെന്ന പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട്. രാവിലെ 9:18-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആചാരപ്രകാരം വെള്ളയും കരിമ്പടവും വിരിച്ചാണ് പുതിയ എംബ്രോനായി പുഷ്പജനെ നാമകരണം ചെയ്ത് ആചാരപ്പെടുത്തുക. തുടർന്ന് 10 മണിക്ക് പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നതിനു ശേഷം പൂജാതി കർമ്മങ്ങളും 3 ഉപദേവീ ദേവന്മാർക്കുള്ള പൂജകളും നടക്കും. നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് പാമ്പുരുത്തി ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം. ഈ ദ്വീപിലെ കിണറിൽ നിന്നുള്ള ശുദ്ധജലമാണ് നിവേദ്യങ്ങൾക്കും ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്നതും. സൂര്യനെ സാക്ഷിയാക്കി ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. തിളച്ചുമറിയുക എന്നതാണ് പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം. പൊങ്കാല വയ്ക്കുന്ന കലത്തിലെ അരിയും വെള്ളവും തിളച്ചു വരുന്നത് വരാനിരിക്കുന്ന അഭിവൃദ്ധിയുടെ സൂചനയെന്നാണ് പൊങ്കാലയിടാൻ വരുന്ന ഓരോ ഭക്തരുടെയും വിശ്വാസം. അരിയിട്ട വെള്ളം മൺകലത്തിൽ നിന്നും തിളച്ചു പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാലാണ് പൊങ്കാല സമർപ്പണം പൂർണ്ണമാവുക. മൺകലത്തിൽ നിന്നും വെള്ളം ഓരോ ദിക്കിലേക്ക് തിളച്ചു തൂവുന്നതിന് പലവിധ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാലതാമസം കൂടാതെ നടക്കുന്നതിന് വേണ്ടി കിഴക്കുഭാഗത്ത് തിളച്ചുമറിയുന്നത് ഉത്തമമെന്നാണ് അതിലെ പ്രധാനമായൊരു സങ്കല്പം. 3 മൺതിട്ടകൾ വെച്ച് അടുപ്പുണ്ടാക്കി അതിൽ അഗ്നി പകർന്ന് അതിനു മുകളിൽ മൺചട്ടി വെച്ച് അതിൽ നിവേദ്യമുണ്ടാക്കിയാണ് ദേവിക്കുള്ള പൊങ്കാല ഉണ്ടാക്കേണ്ടത്. ദേവിയെ മനസ്സിൽ ധ്യാനിച്ചും ദേവീ മന്ത്രം ഉച്ചരിച്ചും വേണം പൊങ്കാല നിവേദ്യം തയ്യാറാക്കുവാൻ. തയ്യാറാക്കി കഴിഞ്ഞ ദേവിയുടെ ഈ പ്രസാദം സ്വയം സേവിക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അന്നേ ദിവസം കെട്ടിയാടുന്ന പുതിയ ഭഗവതിയും വിഷ്ണുമൂർത്തിയും ചേർന്ന് ക്ഷേത്രകർമ്മിയായി ആചാരപ്പെടുത്തിയ പുഷ്പജൻ എംബ്രോന്റെ കരം പിടിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ശേഷം മേളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രസ്ഥാനികരും ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ഭണ്ഡാരപ്പുരയിലേക്കും അവിടെ നിന്നും തന്ത്രിയെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്കും ആനയിക്കും.